ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ഇഎസ്ഐ ആനുകൂല്യം ഉറപ്പാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഇഎസ്ഐ ആനുകൂല്യം ഉറപ്പാക്കുന്നതിലൂടെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ചികിത്സാ സുരക്ഷയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഎസ്ഐ ആരോഗ്യവകുപ്പിന് കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിൽ നടപ്പാക്കുന്നില്ലെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് നടപടി. ചില സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ HDS മുഖേന നിയമിച്ച ജീവനക്കാരുടെ നിർബന്ധിത ഇഎസ്ഐ വിഹിതം കൃത്യമായി അടയ്ക്കുന്നില്ലെന്നും ഇത് നിയമപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ജീവനക്കാർക്ക് ഗുണകരമായ ഇഎസ്ഐ പരിരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നേരിട്ട് നിർദ്ദേശം നൽകിയത്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ HDS, HMC മുഖേന ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരിൽ ഇഎസ്ഐ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും നിശ്ചിത വിഹിതം മുടക്കമില്ലാതെ അടയ്ക്കുന്നതിനും അടിയന്തര നടപടി എടുക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇഎസ്ഐ പരിധിയിൽ ഉൾപ്പെടുന്ന ജീവനക്കാരുടെ വിവരശേഖരണം നടത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ ഇഎസ്ഐ രജിസ്ട്രേഷന്റെ സ്ഥിതി, പദ്ധതിയുടെ പരിധിയിൽ വരുന്ന അർഹരായ ജീവനക്കാരുടെ എണ്ണം, നിലവിൽ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജീവനക്കാരുടെ എണ്ണം, അർഹരായവർക്ക് ഇഎസ്ഐ ഉറപ്പാക്കാത്തതിന്റെ കാരണം, കുടിശ്ശിക വരുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ വിവരം എന്നിവയടങ്ങുന്ന സമഗ്രമായ റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാക്കാനാണ് നിർദ്ദേശം. ഭാവിയിൽ വീഴ്ചകളില്ലാതെ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ ഓരോ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം നിശ്ചയിച്ച് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.